നിൽക്കുന്നത് തൃശ്ശൂരിൽ ശക്തൻ സ്റ്റാൻഡിലുള്ള ശക്തൻ മാർക്കറ്റിലാണ്. ആ മാർക്കറ്റിലെ ഒരു ജ്യൂസ് കടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടാ, എനിക്കെന്ത് ജ്യൂസാണ് ചേട്ടാ ഇപ്പോൾ തരാൻ പോകുന്നത്? പലതരം ഐറ്റം ഉണ്ട്. ഏതാ തരാൻ പോകുന്നത്? ഇത് തണുക്കാനുള്ള ജ്യൂസാണോ മോരാണോ? ഞാൻ ഫിഷ് തരാൻ പോണത്. ചേട്ടാ, രാവിലെ കുഴക്കരുത്. സത്യമായിട്ടും ഫിഷാണോ? അല്ല, അതെ ഫിഷിന്റെ ജ്യൂസാ, നോൺ വെജ് ജ്യൂസ്. ചേട്ടോ, രാവിലെ കുഴപ്പമാവും. നമുക്ക് 10 മണി വരെ പോകേണ്ടതുണ്ട്. പ്രവർത്തന മേഖല എനിക്ക് നല്ലോണം അറിയാം. ആണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഇത് ശരിക്കും നോൺ വെജ് ജ്യൂസ് ആണോ? നമ്മൾ പ്രതീക്ഷിച്ച കുഴപ്പമില്ലെന്ന് മാത്രമല്ല, രുചികരവുമാണ്. ഇതൊരു നോൺ വെജ് സംഭാരമാണ്. ഇത് കേരളത്തിലല്ല, ലോകത്ത് കിട്ടുന്ന ഒരേ ഒരു കട ഇവിടെ മാത്രമായിരിക്കും അല്ലേ? ഇവിടുത്തെ ഐറ്റംസ് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. ഇവിടുത്തെ ഐറ്റംസ് നല്ല തണുപ്പുള്ള ഇഞ്ചി, പച്ചമുളക്, പിന്നെ വേറെ എന്താ ഉണ്ട് ഇതിനകത്ത്? വേപ്പില, മീനുണ്ട്, വേപ്പിലുണ്ട്, മീനുണ്ട്, എല്ലാം കൂടി ചേർത്തുള്ള സാധനമാണ് അല്ലേ? അപ്പോൾ കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു അത്ര രുചികരമല്ലാത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. രുചികരമായ ജ്യൂസിൽ നിന്ന് രുചികരമല്ലാത്തൊരു വാർത്തയൊക്കെ പൊതുവെ കാണാറുണ്ടോ? വാർത്ത കാണാറുണ്ട്. എപ്പോഴാണ് സമയം കിട്ടുക? നൈറ്റിലാണ് കിട്ടുക. രാവിലെ എത്ര മണിക്ക് വരും? പൊതുവെ 6 മണിക്ക് വരും. 6 മണിക്ക് വന്ന് എത്ര മണിക്ക് പോകും? 7 മണിക്ക്. വൈകുന്നേരം 7 മണി. അത് കഴിഞ്ഞ് അവിടെ ചെന്നാൽ ഫ്രീ ആവും അല്ലേ? ഒന്ന് റെസ്റ്റ് ചെയ്ത് വാർത്തയൊക്കെ ഒന്ന് കണ്ട് അല്ലേ? 8 മണിക്ക് തൊട്ട് വാർത്ത കാണാം. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ പോവോ? പോയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനൊക്കെ പോകും. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് അങ്ങനെ ബന്ധമൊന്നുമില്ല, അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചേട്ടനെ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ തെരഞ്ഞെടുപ്പ് പാർട്ടിയിലെ അംഗമല്ലാത്ത ആളുകൾ, അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും പ്രധാനമായിട്ട് കണക്കിലെടുക്കുന്നത്? ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടുന്ന ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാം. ആണോ? അപ്പം അത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടിന് വേണ്ടിയുള്ള വോട്ടായിരിക്കും. അപ്പം അത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ വായിച്ചെടുത്തോളൂ അല്ലേ? അപ്പൊ ജനാധിപത്യത്തിലുള്ള ഒരു വോട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് ചേട്ടൻ്റെ ഒരു നിലപാട്. ഞാൻ അത് കൂടുതൽ ചോദിക്കുന്നത്, ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി എനിക്ക് പ്രത്യേക ആഭിമുഖ്യമില്ല എന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞു. അങ്ങനെയില്ല. അപ്പൊ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ പല മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പല മുന്നണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ നിൽക്കുന്ന മുന്നണികൾക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഏകാധിപത്യ പ്രവണതയുള്ളവർക്ക് വോട്ട് ചെയ്യാറില്ല അല്ലേ? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മതേതരത്വത്തെ സംരക്ഷിക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണ്, അവർക്കാണ് വോട്ട് കൊടുക്കുക അല്ലേ? അത് ആർക്ക് വേണം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും അല്ലേ? രഹസ്യമായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ എല്ലാവരും ഇതേ നിലപാടാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഒരു മകനാണോ ഉള്ളത്? ഒരു മകൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആലുക്കാസ് ജ്വല്ലറിയിലാണ്. അപ്പം എത്ര വർഷമായി ഈ കച്ചവടം? 90 മുതൽ. 1990 മുതൽ. അപ്പം നല്ല പനനോക്കൊക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി ഐറ്റമുള്ള ജ്യൂസ് ഉണ്ട്. നമുക്ക് ആ ജ്യൂസിലേക്ക് വർത്തമാനങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അത്ര രുചിയില്ലാത്തൊരു വാർത്ത ഞാനൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഈ അരുണാചൽ പ്രദേശിലെ 3 ചെറുപ്പക്കാർ മരിച്ച വാർത്ത കേട്ടായിരുന്നു. ഈ ബ്ലാക്ക് മാജിക്, അന്ധവിശ്വാസം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നരെന്ന് കരുതുന്ന ആൾക്കാരുടെ കൂടുന്നു അല്ലേ? ഇന്നലെ വായിച്ചു.